നമ്മളെപ്പോഴും റോബോട്ട്സ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് കടന്നു വരുന്നുണ്ടാവുക. ഈ ഹ്യൂമനോയിഡ് റോബോട്ട് അല്ലാതെ ഒരുപാട് റോബോട്ടുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ക്ലീനിങ് റോബോട്ട് മുതൽ ഒരു വലിയൊരു ഇൻഡസ്ട്രിയിലെ റോബോട്ടിക് ആമുകൾ വരെ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റിനകത്ത് ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യുന്നത് കംപ്ലീറ്റ് റോബോട്ടാണ്. അപ്പം ഇതുപോലെ നമ്മുടെ ഏറ്റവും ബേസിക് നീഡ് മുതൽ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ പർപ്പസ് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോബോട്ട്സുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇനി ഗോയിങ് ഫോർവേഡ് ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫിസിക്കൽ ഫോമും കൂടിയാണ് ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ഗ്രേഡുകൾ ഈ റോബോട്ട്സുകൾക്ക് വരാനുണ്ട്. നമുക്കിപ്പോൾ ചുറ്റും നോക്കുന്ന സമയത്ത് ഹ്യൂമനോയിഡ് റോബോട്ടുകളാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് അപ്ഗ്രേഡുകൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് റോബോട്ടുകൾ ചൈനീസ് ബേസ്ഡ് ആയിട്ട് റോബോട്ട്സുകളൊക്കെ ഇപ്പം മാരത്തോണിൽ പങ്കെടുക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അഡ്വാൻസ് ടെക്നോളജീസിൻ്റെ ഒരു എന്താ പറയുക ജനറേഷൻ ചേഞ്ച് ആണ്. ആ ഒരു ചേഞ്ചിൻ്റെ കൂടെ നമ്മളും ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നിലായി പോകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം കുറച്ച് മുമ്പ് വരെ ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു 70-80% ആളുകൾ സ്മാർട്ട് ഫോൺസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഗോയിങ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ റോബോട്ടിക്സ് ടെക്നോളജിയൊക്കെ വരുന്നൊരു 5 ഇയേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡും കൂടിയാണ് ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഒരു ബേസിക് നീഡ് ഈ റോബോട്ട്സിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബേസിക് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. എൻട്രിയിൽ റോബോട്ടിക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈവൻ നിങ്ങൾക്കൊരു ബേസിക് കോഡിംഗ് നോളജ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ റോബോട്ട്സ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു +2 എബോ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ട് ക്ലീനിങ് റോബോട്ടുകൾ മുതൽ ഒരുപാട് ലൈറ്റ് ഫോളോയിങ് റോബോട്ട്, ക്ലാപ്പ് ഫോളോയിങ് റോബോട്ട്, അങ്ങനെ ലൈൻ ഫോളോയിങ് റോബോട്ട്, ഇതിനൊക്കെ ഒരു ടെക്നോളജി ഉണ്ട്. ഈ ടെക്നോളജി സെൻസർ ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ഈ സെൻസേഴ്സ് എങ്ങനെ നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്യണം, അതിൻ്റെ ഒരു ബേസിക് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കോഴ്സിനകത്തോടെ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജിയിൽ പിന്നിലായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വരുന്നൊരു 5 വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് കൗൺസിലിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും.